തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF തോൽവിയിൽ വിമർശനവുമായി CPI നേതാവ് കെ ശിവരാമൻ. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയണമെന്നാണ് വിമർശനം. ജനങ്ങളുടെ യജമാനന്മാരാണെന്നാണ് പല നേതാക്കളുടെയും ധാരണ. പാറ, മണ്ണ്, കയ്യേറ്റ മാഫിയുടെ കൂട്ടുകാരെ ജനം തിരിച്ചറിഞ്ഞുവെന്നും വിമർശനം. ഫേസ്ബുക്കിലാണ് കെ ശിവരാമന്റെ വിമർശനം. മുഹമ്മദ് ആഷിഖ് ഉരങ്ങ് നൽകും. ആഷിഖ, എന്താണ് കെ ശിവരാമന്റെ വിമർശനം? ദിവ്യ, ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ CPIയുടെ മുതിർന്ന നേതാവും ദീർഘകാലം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച കെ ശിവരാമന്റെ കടുത്ത വിമർശനങ്ങൾ വരുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ഈ നിലയിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കാൻ ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് കഴിയണം. ജനങ്ങളുടെ യജമാനന്മാരാണ് എന്ന് ആണ് പലരുടെയും ധാരണ. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്നും ആ പ്രസ്താവനയിൽ, ആ കുറിപ്പിൽ പറയുന്നുണ്ട്. പലരും പാറ, കോറി, മണ്ണ്, മണൽ, ഭൂമാഫിയകളുടെ കയ്യിലായിരിക്കുന്നു എന്നുള്ളതാണ്. BJPക്കും UDFനും അതാകാം, പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നാണ് എന്ന് ആ കുറിപ്പിൽ പറയുന്നുണ്ട്. പരമാവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ജനങ്ങൾ മാറ്റി വോട്ട് കുത്തി. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണം. ജനങ്ങളുടെ യജമാനന്മാരാണ് എന്ന വികാരവുമായി നടക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. കൂടാതെ സംഘടനാ പ്രവർത്തനം പ്രധാനപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പിൽ. അത് എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നും അദ്ദേഹം പറയുന്നു. ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണോ കെ ശിവരാമന്റെ ഈ വിമർശനം? തീർച്ചയായും കെ ശിവരാമൻ എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിൽ CPIM നേതാക്കൾക്കെതിരെ, CPM നേതാക്കൾക്കെതിരെ മല്ലടിച്ചിരുന്ന, അവരുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു CPI നേതാവാണ്. CPIMന്റെ നിലവിലെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ ഒരു വിമർശനം എന്ന സ്വഭാവത്തിൽ കൂടിയാണ് ഇദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് CPMന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസിനടക്കം ക്വാറി മാഫിയോടക്കം വലിയ ബന്ധമുണ്ട് എന്നുള്ള വിമർശനം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത്തരം മാഫിയകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ജില്ലയിലെ പല സംഘടനകളും, ഇടതുപക്ഷ സംഘടനകളും എന്നുള്ള വിമർശനമാണ് കെ ശിവരാമൻ പ്രധാനമായും ഉയർത്തുന്നത്. ഇടുക്കി ജില്ലയിൽ CPIMനെതിരെ വ്യാപകമായി ഉയരുന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് ക്വാറി മാഫിയയുമായി സഹകരിച്ചുകൊണ്ടാണ് ജില്ലയിൽ CPIM പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ആ വിമർശനത്തെ ബലപ്പെടുത്തുന്നതിൽ കൂടിയാണ് ഇപ്പോൾ കെ ശിവരാമന്റെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളത്. ഏതായാലും ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് നിരന്തരം ഇത്തരം കലഹങ്ങൾ ഉയർത്തിയിട്ടുള്ള ആള് കൂടിയാണ് കെ ശിവരാമൻ. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വരെ CPI അദ്ദേഹത്തെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ഇടുക്കിയിലെ മുതിർന്ന CPI നേതാവ് കെ ശിവരാമന്റെ വിമർശനം. കാര്യങ്ങൾ മനസ്സിലാക്കണം, ജനവിരുദ്ധമായ നിലപാടുകൾ കൈക്കൊണ്ടാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ.